ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അമ്മ വീട്ടിൽ പോകുന്നതുകൊണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോൾ വീട്ടിൽ പോയാലും നമ്മൾ രാവിലെയാണ് വീട്ടിൽ പോണത്. അമ്മ വച്ചുണ്ടാക്കി തന്നത് തിന്നാനായിട്ട് പോണ ഒരാളാണ് ഞാൻ. എനിക്കൊന്ന് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. എനിക്കൊന്നും ചെയ്യാൻ തോന്നില്ല. രാവിലെ തന്നെ വല്ലതും ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. പക്ഷെ ഒന്നും നടക്കില്ല. അമ്മയെ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. അമ്മ എന്നെ വഴക്ക് പറയും, നീ അവിടെ ചെയ്യുമല്ലോ, ഇവിടെ എനിക്ക് എന്തെങ്കിലും ഒന്ന് സഹായിച്ച് താടിയെന്ന് പറയും. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ കറങ്ങി നിന്നപ്പം തേങ്ങ തിരുവി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ തേങ്ങയൊക്കെ തിരുവി കൊടുത്ത് രാവിലെ തന്നെ അമ്മ കാപ്പിയെല്ലാം ആയി. ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി കറിയൊക്കെയാണ് വെച്ചത്. അപ്പോൾ രാവിലത്തെ കാപ്പിയും കാര്യങ്ങളൊക്കെ ഏകദേശമായി, ഉച്ചയ്ക്കുള്ളതും ഏകദേശമായി. പിന്നെ ഞാൻ അങ്ങനെ ഇഞ്ചിക്കറി റെഡി. ഇഞ്ചിക്കറി തിളച്ചിട്ടുണ്ട്, അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇന്നത്തെ സ്പെഷ്യൽ ഇഞ്ചിക്കറി, പൊരിച്ച മീൻ, പച്ചടി, കുമ്പളങ്ങ പച്ചടി, സാമ്പാർ, ഇത് എന്തോന്നോ തോരൻ, കൂമ്പ് തോരൻ, പിന്നെ ഇത് ചമ്മന്തി കറി കാപ്പിക്കാണ്. പിന്നെ എനിക്ക് വീട്ടിൽ വരുമ്പോൾ പഴയകാല ഓർമ്മകളൊക്കെയാണ് എനിക്ക് ഓർമ്മ വരണത്. മക്കൾ കയറുമ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് മരം കയറാൻ. പക്ഷേ എന്ത് ചെയ്യാം, ചില്ലേറ്റ ഒടിഞ്ഞ് വീഴുന്ന കാര്യത്തിൽ തീരുമാനമാവും. അതുകൊണ്ട് അതിലൊന്നും പോണില്ല. എൻ്റെ മോൾക്ക് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് അവൾ കയറത്തില്ല. മോന് ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾ കിടക്കണുണ്ടോ? നമ്മൾ വന്നാൽ പിന്നെ ഈ വിള മൊത്തം അരിച്ച് പറക്കിക്കൊണ്ട് നടക്കും. എന്തെങ്കിലുമൊക്കെ നട്ടുവിട്ടിരിക്കണമെന്നാണ് നോക്കുന്നത്. ചേട്ടന് കാന്താരി മുളക് ഭയങ്കര ഇഷ്ടമാണ്, ഈ ചോറിൻ്റെ കൂടെയൊക്കെ വെച്ച് കഴിക്കാൻ. അതുകൊണ്ടാണ് മൊത്തം വിള പരിശോധിച്ചുകൊണ്ട് നടക്കുന്നത്, കാന്താരി മുളക് ഉണ്ടോയെന്ന്. പക്ഷെ നിറയെ ഉണ്ട് കേട്ടോ, ഇവിടെ നിറച്ച് കാന്താരി മുളകുണ്ട്. നമ്മുടെ അവിടെയൊക്കെ അങ്ങനെ കാന്താരി മുളക് അധികം കിട്ടത്തില്ല, പക്ഷെ ഇവിടെ നിറച്ചുണ്ട്. ഇത് അമ്മ നട്ടതൊന്നുമല്ല, ഇത് ഇവിടെ കിടന്ന് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ പൊടിച്ച് വരുന്നതാണ്. എനിക്ക് കാന്താരി ചമ്മന്തിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാടെടുക്കും. അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു തിളക്കം. ഒരു സാധനം കാണിച്ചു തരാം ഉണ്ടോ, പച്ചമുളക് പഴുത്ത് നിൽക്കണ് എടുക്കാതെ. പിന്നെ ഞാൻ അതെല്ലാം കൂടെ അടത്തെടുത്തിട്ട് ഞാൻ പിന്നെ എല്ലാം കൊണ്ട് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അമ്മ പറഞ്ഞു, ഇതെവിടെ നിന്നേന്ന്. കണ്ട എൻ്റെ ഭംഗി കണ്ട. മലക്കറി കഴുകിയിട്ട് നമ്മൾ കളയുന്ന വേസ്റ്റ് വെള്ളമില്ലേ, അതിൽ കിടക്കുന്ന വിത്തുകളൊക്കെയാണ് ഇവിടെ കിടന്ന് പൊടിച്ച് നല്ല കൃഷി ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പോഴിവിടെ എന്ത് ഇട്ടാലും നന്നായിട്ട് കായ്ച്ച് കിട്ടും. അങ്ങനെ ഞാൻ എല്ലായിടവും ഇങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ നോക്കിയപ്പം മഞ്ഞയും എന്തൊക്കെയോ നിൽക്കണം. അമ്മ അറിഞ്ഞിട്ട് പോലും ഇല്ല ഇതൊക്കെ മുളച്ച് കിടന്നിട്ട്. ഞാൻ വന്നപ്പോഴാണ് അറിയണത് ഇതൊക്കെ പച്ചമുളകൊക്കെ പൂത്ത് നിന്നതും കായ്ച്ചതും ഒക്കെ. മുളകെല്ലാം കൂടെ പൊട്ടിച്ചുകൊണ്ട് കൊടുത്തപ്പോൾ അമ്മയ്ക്ക് നല്ല സന്തോഷമായി. ഇനി കുറച്ച് ദിവസത്തെ മലക്കറിയൊന്നും വാങ്ങിക്കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ തിളക്കം കണ്ട നല്ല ഭംഗിയായിരുന്നു കേട്ടോ. എടുത്തപ്പം ഇവനെ കൊണ്ടൊരു നിവർത്തിയില്ല കേട്ടോ, എന്നെ കാണുന്നതും വിളി തുടങ്ങും. കളിക്കാനാണ് വിളിക്കുന്നത്. കെട്ടഴിച്ച് വിട്ടാൽ ഇവിടെ മൊത്തം ഒരു പരുവാക്കിയിടും, ചെരുപ്പുകളെല്ലാം പറക്കി കൊണ്ടുപോകും. അതുകൊണ്ട് പിന്നെ അഴിച്ചൊന്നും വിടത്തില്ല, ഇങ്ങനെ തന്നെ കളിച്ച് നിൽക്കും. ചോറ് കൊടുക്കേണ്ട സമയമായി, ആളതുകൊണ്ടാണ് തുള്ളി നിൽക്കുന്നത്. ഞാൻ ഒരു സാധനം കൂടെ കണ്ടു കേട്ടോ, ഇതെന്തോ പീയണിക്ക് അങ്ങനെ എന്തോണ് പറയണതിനെ. അത് ഇലയുടെ ഇടയിൽ അങ്ങ് മറഞ്ഞിരിക്കുകയാണ്. ഇത് ഇവിടെ സാമ്പാറിലൊക്കെ നമ്മൾ അരിഞ്ഞിടുന്നതാണ്, മത്തങ്ങയെന്നും പറയും. ഇതിൻ്റെ ഒറിജിനൽ പേര് എനിക്ക് വലിയ പിടിപാടില്ല. സാധനം ഇതാണ്, അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. രാസവളമൊന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് സാധനമാണ്. വെള്ളം മൊത്തം കറങ്ങി ഇപ്പം തന്നെ സമയം ഒരുപാടായി, ഉച്ച സമയമായി, ചോറ് കഴിക്കാൻ പോകണം. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബായ്. അയ്യോ പോവല്ലേ, ഇതിൻ്റെ നല്ല ഒന്ന് മൂത്ത സാധനം ഇവിടെ ഉണ്ട്, കിട്ടി കേട്ടാ, കണ്ടു ഞാൻ. അപ്പോൾ ഇതുകൂടെ കണ്ടിട്ട് പോണേ. അപ്പം ഞാനത് വെട്ടിയെടുത്ത്, ഇതാണ് സാധനം. ഇത് ചെറുതാണ്, ഇത് കുറച്ചുകൂടെ നല്ല വിളഞ്ഞതാണ്. അപ്പോൾ ഇത്
നമുക്കിനി വീട്ടിലുള്ള ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.